സാധാരണഗതിയിൽ കേരളത്തിലൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ കേരളത്തിലെ അസംബ്ലിയുടെ മുമ്പിലോ സെക്രട്ടേറിയറ്റിന് മുമ്പിലോ ഒക്കെയാണ് സമരം. നമ്മുടെ 19 പാർലമെന്റ് അംഗങ്ങളുണ്ട്. അവർ പാർലമെന്റിൽ പോകുന്നത് പാർലമെന്റിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ചോദിക്കാനോ ദേശീയ അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്താനോ അല്ല. അവർ പാർലമെന്റിന്റെ മുമ്പിൽ സമരം നടത്തിയത് പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന പാട്ട് പാടിയിട്ടാണ്. വളരെ കൗതുകരമായ കാര്യം, അവിടെ നിന്നുകൊണ്ട് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തിലാണ് 10 ജൻപത് എന്ന ഭവനം ശ്രീമതി സോണിയാഗാന്ധിയുടെ. അവരെന്തുമാത്രം ഉള്ളിൽ ചിരിച്ചു കാണും. പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന പാട്ട് പാടിയത് അടൂർ പ്രകാശും ആന്റോ ആന്റണിയും കൂടിയാണ്. ആ രണ്ടുപേരും ബാക്കി 17 UDF എംപിമാരുടെ മുഖത്ത് നോക്കി പരിഹസിക്കുകയല്ലായിരുന്നു. പോറ്റിയെ കയറ്റിയത് അവരാണെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ സോണിയാഗാന്ധിയുടെ മുമ്പിൽ അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഞങ്ങൾ ഇത്രയും കാലം ചോദിച്ചിട്ട് ഒരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. പോറ്റിക്ക് പെർമിഷൻ കൊടുത്തത് ആരാണ്? ആന്റോ ആന്റണി വാങ്ങിച്ചു കൊടുത്തതാണോ? അടൂർ പ്രകാശ് വാങ്ങിക്കൊടുത്തതാണോ? നേരിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നതാണോ? ഒരു തവണയല്ല 3 തവണ. ഇവിടെ സോണിയാഗാന്ധിയുടെ ആക്ഷേപം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോണിയാഗാന്ധിയുടെ പങ്കിന് അപ്പുറത്തേക്ക് സോണിയാഗാന്ധിയുടെ വീടിനുള്ളിൽ ഇദ്ദേഹത്തിന് കയറാൻ പറ്റുന്ന ചാൻസ് ഉണ്ടാക്കി കൊടുത്ത 2 പേരെങ്കിലും ഉണ്ട് പ്രത്യക്ഷത്തിൽ. നമ്മുടെ മുമ്പിൽ കണ്ട ചിത്രങ്ങൾ. ആ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത, ആ ഫ്രെയിമിനകത്ത് ഇപ്പോൾ 2025 അല്ലെങ്കിൽ 26 വരെ എന്ന് കൂട്ടിക്കോ, അതുവരെയുള്ള സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും പങ്കാളികളായ ത്രിമൂർത്തികളെന്ന് SIT സസൂക്ഷ്മം വിലയിരുത്തി കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കട്ടവൻ, ഗോവർദ്ധൻ സ്വർണം വിറ്റവൻ, ഭണ്ഡാരി സ്വർണം വാങ്ങിച്ചവൻ, ഈ 3 പേര് ചേരുന്ന ഒരു ഫ്രെയിം സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഏത് കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കയറിയത്? 2004 കോൺഗ്രസിന്റെ പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഗോവിന്ദൻ നായർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ. വളരെ കൃത്യമാണല്ലോ. 2004 കയറിയ ആളെ 2007 വന്ന MP ഗോവിന്ദൻ നായർ എന്ന പ്രസിഡന്റ് അവിടെ പരികർമ്മിയായിട്ട് നിയമിക്കുന്നു. 2007 വന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തെ അവിടെ കീഴ്ശാന്തിയായിട്ട് നിയമിക്കുന്നു. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് ആരാ? ദിവ്യ. ഇവരുടെ ചോദ്യം അതാണല്ലോ, പോറ്റിയെ കയറ്റിയത് ആര്? പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് അല്ലേ? അവിടെ നിന്നുകൊണ്ടല്ലേ പോറ്റി സ്പോൺസർഷിപ്പ് സംഘടിപ്പിച്ചതും അഴിമതി നടത്തിയതും പ്രസിഡന്റുമാരെ തെറ്റിദ്ധരിപ്പിച്ചതും പല വീടുകളിൽ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പോയതും എല്ലാം അതിനുശേഷമല്ലേ? അപ്പൊ നിങ്ങൾ ആ പാട്ട് തിരുത്ത്. പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്നുള്ള പാരടി എഴുതിയ ആളിനോട് പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് പാടേണ്ട പാട്ടിന് പകരം ഇങ്ങനൊരു പാട്ട് അവിടെ പോയി അസംബ്ലിയിൽ പാടിയാൽ എങ്ങനെ ഇരിക്കും? പാർലമെന്റിന് മുമ്പിൽ പാടിയാൽ എങ്ങനെ ഇരിക്കും?